Okay, hello everyone. Welcome to Schooly app. ഓൺ എക്സാം ഒക്കെ അടുത്ത് തുടങ്ങിയല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഓൺ എക്സാമിന് വേണ്ടിയിട്ടുള്ള മാത്സിൻ്റെ ചില പോർഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓൺ എക്സാമിന് വേണ്ടിയിട്ടുള്ള മാത്സിൻ്റെ ചില പോർഷൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേര് അഭിജിത്ത് എന്നാണ്. ഞാനാണ് നിങ്ങളുടെ മാത്സിൻ്റെ ഇന്നത്തെ ക്ലാസ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് നമുക്ക് നോക്കാം. ഓൺ എക്സാമിലെ സെക്കൻഡ് ചാപ്റ്ററായ ഫ്രാക്ഷൻസ് ആണ് ഇന്ന് ഇവിടെ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്രാക്ഷൻസ് എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി ചെറിയൊരു ഐഡിയ ഉണ്ടാവും. നമ്മൾ ഓൾറെഡി പഠിച്ച കുട്ടികളാണ്, നിങ്ങൾക്ക് ഫ്രാക്ഷൻസിനെ കുറിച്ച് ഒരു ധാരണയുണ്ടാവും. നമ്മൾ നമ്പേഴ്സിനെ P/Q ഫോമിൽ എഴുതുമ്പോഴാണ് അതിനെ ഫ്രാക്ഷൻസ് എന്ന് പറയുക. P/Q ഫോമിൽ എഴുതുമ്പോഴാണ് അതിനെ ഫ്രാക്ഷൻസ് എന്ന് പറയുക. അതായത് നാച്ചുറൽ നമ്പേഴ്സ് നിങ്ങൾക്കറിയാം. നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകൾ നിങ്ങൾക്കറിയാം. 1, 2, 3, 4, 5. ഇതുപോലെ ഈ നമ്പറിനെ വീണ്ടും പാർട്ടാക്കേണ്ടി വന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്കതിനെ ഡിവൈഡ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ 1/3, 2/4 അല്ലെങ്കിൽ 3/7 ഇതുപോലുള്ള നമ്പേഴ്സിനെയാണ് ഫ്രാക്ഷൻസ് എന്ന് വിളിക്കുന്നത്. മലയാളത്തിൽ ഭിന്നസംഖ്യകൾ എന്ന് വിളിക്കും. ഭിന്നസംഖ്യകൾ. അപ്പോൾ ഫ്രാക്ഷൻസിനെ കുറിച്ച് അത് ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു കണക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റിൽ 2 കിലോഗ്രാം പഞ്ചസാര ഉണ്ട്. ഒരു പാക്കറ്റിൽ 2 കിലോഗ്രാം പഞ്ചസാരയുണ്ട്. 2 കിലോഗ്രാം ആണ് ഇവിടെയുള്ള പഞ്ചസാര. ഇത്തരം 4 പാക്കറ്റിൽ ആകെ എത്ര കിലോഗ്രാം ഉണ്ടാവും? ഒരു പാക്കറ്റിൽ 2 കിലോഗ്രാം ആണെങ്കിൽ ടോട്ടൽ 4 പാക്കറ്റ് ഉണ്ടെങ്കിൽ ടോട്ടൽ എത്ര കിലോഗ്രാം ഉണ്ടാവും? 8 കിലോഗ്രാം പഞ്ചസാര ഉണ്ടാവും. ഇത് നിങ്ങൾക്ക് ഫ്രാക്ഷൻസിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ്. അങ്ങനെയാണെങ്കിൽ 1/2 കിലോഗ്രാം ആണ് പാക്കറ്റിലെങ്കിലോ, ഇവിടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നുണ്ടോ? 1/2 കിലോഗ്രാം ആണ് ഒരു പാക്കറ്റിൽ. 1/2 കിലോഗ്രാം ആണ് 1 പാക്കറ്റിലുള്ളത്. 1 പാക്കറ്റ് കണ്ടെയ്ൻസ് 1/2 കിലോഗ്രാം ഓഫ് ഷുഗർ. അങ്ങനെയാണെങ്കിൽ 4 പാക്കറ്റിൽ എത്ര ഉണ്ടാവും? 1/2 × 4 ചെയ്യേണ്ടി വരും. 1/2 × 4 നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാലോ. ഫ്രാക്ഷൻസിനെ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യാം? മുകളിലുള്ള നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് മുകളിൽ എഴുതുക, താഴെയുള്ള നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് താഴെ എഴുതുക. അപ്പോൾ 4/2 എന്ന് കിട്ടും. ഇതിൻ്റെ ആൻസർ 2 ആണ്. 2 കിലോഗ്രാം ആണ് ആൻസർ കിട്ടുക. 2 കിലോഗ്രാം ആണ് ഇവിടെ ആൻസർ വരിക. 1/2 കിലോഗ്രാം ആണ് ഒരു പാക്കറ്റിലേക്ക് നിങ്ങൾക്ക് 2 കിലോഗ്രാം എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ തരിക, അതുപോലെ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു കുപ്പിയിൽ 1/4 ലിറ്റർ വെള്ളം കൊള്ളും. കാലിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ അറിയാം. 1/4 ആണ്. 1/4 ലിറ്റർ ആണ് ഒരു കുപ്പിയിൽ നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് പറ്റുക. അങ്ങനെയാണെങ്കിൽ 1/4 ലിറ്റർ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുമെങ്കിൽ 3 കുപ്പി നിറയ്ക്കാൻ എത്ര വെള്ളം വേണം? 3 കുപ്പി നിറയ്ക്കാനായിട്ട് എത്ര കുപ്പി വെള്ളം വേണം? ടോട്ടൽ അവിടെ 3 ബോട്ടിൽസ് ഉണ്ട്. 3 ബോട്ടിൽസ് ഉണ്ടെങ്കിൽ 3 × 1/4 എത്രയായിരിക്കും? 3/4 ലിറ്റർ ആയിരിക്കും. ഇത്രയും ലിറ്റർ വേണം. അതായത് 3/4 ലിറ്റർ വെള്ളം വേണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എഴുതാം. 3/4 ലിറ്റർ വെള്ളം വേണം. 3/4 ലിറ്റർ വെള്ളം വേണം. അല്ലെങ്കിൽ 3/4 ലിറ്റർ വാട്ടർ നീഡഡ്. 3/4 ലിറ്റർ വാട്ടർ നീഡഡ്. ഓക്കെ, നമുക്ക് വേറൊരു പ്രോബ്ലം നോക്കാം. നിങ്ങൾക്ക് ഇതൊക്കെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ്, നിങ്ങൾക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കി നോക്ക്. 5 strings each a quarter meter are placed end to end. What is the total length? 1/4 മീറ്റർ നീളമുള്ള 5 ചരടുകൾ അറ്റത്തോടറ്റം ചേർത്ത് വെച്ചാൽ ആകെ എത്ര നീളം ഉണ്ടാവും? ഈ ടോട്ടൽ കണ്ടുപിടിക്കണം. ടോട്ടൽ അല്ലെങ്കിൽ ആകെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ എത്ര സ്ട്രിങ് ആണുള്ളത്? 5 സ്ട്രിങ് ഉണ്ട് നമുക്കറിയാം. 5 സ്ട്രിങ്. അതിൽ ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എത്രയാണ്? ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ക്വാർട്ടർ ആണ്. 1/4 ആണ്. 1/4. അപ്പോൾ 1/4 വെച്ച് 1/4 ഉപയോഗിച്ച് 5/4 ഉപയോഗിച്ച് 5/4 ആണ് ഇവിടെ ആൻസർ വരിക. ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. 5 × 1/4. മുകളിലുള്ള നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യാം. താഴെയുള്ള നമ്പേഴ്സ്, താഴെയുള്ള ഒന്നുമില്ല, അതുകൊണ്ട് 1 ആണ്. 1 × 4 4. അപ്പോൾ 5/4 ആണ് ആൻസർ കിട്ടുക. ഇത്രയും മീറ്റർ ആയിരിക്കും ലെങ്ത് അല്ലേ? 1/4 മീറ്റർ ആണെങ്കിൽ ഇവിടെ കണ്ടോ, ഇനിഷ്യൽ ലെങ്ത് 1/4 മീറ്റർ ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും? മീറ്ററിലായിരിക്കും. 5/4 മീറ്റർ. ഇതിന് നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. 5/4 എത്രയാ? 1. 4 ഡിവിഷൻ 1 വരും. റിമൈൻഡർ 1 വരും. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് 1 ആൻസർ കിട്ടും. /1/5 കൂടെ അവിടെ ആൻസർ വരും. ഈ 1/5 ഇത് കൂടിയും ഇതിൻ്റെ കൂടെ ആൻസർ ആയിട്ട് വരും. ഇത്രയും മീറ്ററിലാണ് നമുക്ക് ലെങ്ത്ത് കിട്ടുക. ഓക്കെ, ഇത്രയും മീറ്ററിലാണ് ഇവിടെ ലെങ്ത്ത് കിട്ടുക. ഓക്കെ, അത് ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അടുത്തൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്.
ഈച്ച് പംകിങ് വെയ്റ്റ്സ് ക്വാർട്ടർ കിലോഗ്രാം. പംകിങ്ങിൻ്റെ വെയിറ്റ് അല്ലെങ്കിൽ മത്തങ്ങയുടെ വെയിറ്റ് എത്രയാണ്? 1/4 കിലോഗ്രാം ആണ്. അപ്പോൾ ഞാൻ ഇവിടെ എഴുതുകയാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ചെയ്യാം. മത്തങ്ങയുടെ ഭാരം, വെയിറ്റ് ഓഫ് 1 പംകിങ് ക്വാർട്ടർ കിലോഗ്രാം. ക്വാർട്ടറിനെ 1/4 കിലോഗ്രാം എന്ന് എഴുതാം. മലയാളത്തിൽ എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? ഒരു മത്തങ്ങയുടെ ഭാരം 1/4 കിലോഗ്രാം. 1/4 കിലോഗ്രാം ആണ്. ഓക്കെ. വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് 2 പീസ് ടുഗദർ? വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് 4 സച്ച് പീസസ്, 6 സച്ച് പീസസ്? ഇവിടെ 3 ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഒന്ന് 2 പീസ് മത്തങ്ങയാണെങ്കിൽ 1 പീസിൻ്റെ വെയിറ്റ് ഓഫ് 1 പംകിങ്ങിനാണ്. വെയിറ്റ് ഓഫ് 1 പംകിങ് അല്ല, വെയിറ്റ് ഓഫ് 1 പീസാണ്, ഒരു കഷ്ണമാണ്. ഒരു മത്തങ്ങയുടെ ഭാരമല്ല, ഒരു കഷ്ണം മത്തങ്ങയുടെ ഭാരം. ഒരു കഷ്ണം മത്തങ്ങയുടെ ഭാരം. ഒരു കഷ്ണം മത്തങ്ങയുടെ ഭാരം എത്രയാണ്? 1/4 കിലോഗ്രാം ആണ്. ക്വാർട്ടർ കിലോഗ്രാം ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 2 കഷ്ണം മത്തങ്ങയുടെ ഭാരം. വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് 2 പീസസ് ടുഗദർ? അപ്പോൾ ഫസ്റ്റ് ആൻസർ ആയിട്ട് എഴുതാണ് വെയിറ്റ് ഓഫ് 2 പീസ് ടുഗദർ. വെയിറ്റ് ഓഫ് 2 പീസ് ടുഗദർ 2 × 1/4. 2 × 1/4 2/4 കിട്ടിയോ? 2/4 കിലോഗ്രാം. മലയാളത്തിൽ പറയാം 2 കഷ്ണത്തിൻ്റെ ഭാരം. 2 കഷ്ണത്തിൻ്റെ ഭാരം എത്രയാണ്? 2 × 1/4. മൾട്ടിപ്ലൈ ചെയ്താൽ മതി. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. 2 × 1/4 2/4. നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. 1/2 കിലോഗ്രാം ആക്കി എഴുതാം. 2/4നെ 1/2 കിലോഗ്രാം ആക്കി നമുക്കിവിടെ ആൻസർ എഴുതാൻ പറ്റും. ഇവിടെ നമ്മൾ 2 പീസിൻ്റെ മാത്രമേ കണ്ടുപിടിച്ചുള്ളൂ. ഇതിലിനി വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 2 പീസ് മാത്രമല്ല, വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് 4 സച്ച് പീസസ്? 4 പീസുകളാണെങ്കിൽ എന്താണ് ആൻസർ? 6 പീസുകളാണെങ്കിൽ എന്താണ് ആൻസർ? അപ്പോൾ 4 പീസാണെങ്കിൽ 4 പീസ്. വെയിറ്റ് ഓഫ് 4 പീസ്. 4 × 1/4. 4/4 = 1 കിലോഗ്രാം. 4/4 = 1 കിലോഗ്രാം. മലയാളത്തിൽ പറയുകയാണെങ്കിൽ 4 കഷ്ണം മത്തങ്ങയുടെ ഭാരം. 4 കഷ്ണം മത്തങ്ങയുടെ ഭാരം 4/എത്രയാണ്? 4/4 = 1 കിലോഗ്രാം. നമുക്ക് ആൻസർ കിട്ടി. 4 കഷ്ണം മത്തങ്ങയുടെ ഭാരം. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്? 6 കഷ്ണം മത്തങ്ങയുടെ ഭാരം. വെയിറ്റ് ഓഫ് 6 പീസ് ടുഗദർ. 6 × 1/4. 6 × 1/4 എത്രയാണ്? 6/4 ആണ്. 6 × 1/4 6/4 ആണ്. 6/4നെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ? 4/6 എത്രയാ? 6/4 എത്രയാ? 144. ബാക്കി 2 വരും. 2 റിമൈൻഡർ ആണ്. എന്ത് വെച്ച് ഡിവൈഡ് ചെയ്തപ്പോഴാണ് റിമൈൻഡർ കിട്ടി? ഇവിടെ ആൻസർ നമുക്ക് കിട്ടിയത് 1 ആണ്. അതുകൊണ്ട് 1 എന്ന് എഴുതി. 1 എന്ന് ആൻസർ എഴുതി. 2 കിട്ടിയത് എന്താണ്? റിമൈൻഡർ ആണ്. റിമൈൻഡർ 2 കിട്ടി. ഇത് എന്ത് വെച്ചാൽ നമ്മൾ ഡിവൈഡ് ചെയ്തത്? നമ്മൾ 6 വെച്ചാണ് ഡിവൈഡ് ചെയ്തത്. ഓക്കെ. 1 2/6 എന്ന് വരും. 1 2/6. അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ 1/3 എന്ന് ആൻസർ എഴുതാൻ പറ്റും. ഇത്രയും കിലോഗ്രാം ആണ് 6 പീസിൻ്റെ ഭാരം. 6 കഷ്ണം മത്തങ്ങയുടെ ഭാരം. മത്തങ്ങയുടെ ഭാരം. ഭാരം 6 കഷ്ണം മത്തങ്ങയുടെ ഭാരം 130 കിലോഗ്രാം. ഓക്കെ. ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് 2 ഫ്രാക്ഷൻസ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു പീസിൻ്റെ വാല്യൂ ഒരു ഫ്രാക്ഷനിലാണ് തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് നമ്പർ തന്നു. അപ്പോൾ ആ നമ്പറിനെ നമ്മൾ ഫ്രാക്ഷൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ പഠിച്ചു. അപ്പോൾ ഈ ഫ്രാക്ഷൻസ് എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ സിമിലർ ആയിട്ട് വേറൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഒരു കപ്പിൽ 3 ലിറ്റർ പാല് നിറയ്ക്കാം. അപ്പോൾ നോക്കിക്കോ, ഇതിൽ 3 ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി.
2 കപ്പിൽ ആകെ എത്ര പാൽ നിറയ്ക്കാം? 2 കപ്പിൽ എത്ര ലിറ്റർ പാൽ നിറയ്ക്കാം? 4 കപ്പിലോ? ഇവിടെ 3 ലിറ്റർ അല്ല പറഞ്ഞിരിക്കുന്നത്, 3-ൽ 1 ലിറ്റർ ആണ്, 1/3 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു കപ്പിൻ്റെ കപ്പാസിറ്റി 1/3 ആണ്. ഓക്കെ, ഒരു കപ്പിൻ്റെ കപ്പാസിറ്റി 1/3 ലിറ്റർ ആണ്. 3-ൽ 1 നിറയ്ക്കാം, 3-ൽ 1 നിറയ്ക്കാം, 1/3 ആണ് കപ്പാസിറ്റി. അങ്ങനെ 2 കപ്പിൽ എത്ര നിറയ്ക്കാം? അപ്പോൾ ഈ ആദ്യം എഴുതിയിരിക്കുന്നത് എന്താണ്? കപ്പാസിറ്റി ഓഫ് 1 കപ്പാണ്, അല്ലെങ്കിൽ ഒരു കപ്പിൽ നിറയ്ക്കാൻ കഴിയുന്ന പാലിൻ്റെ അളവ്. മലയാളത്തിൽ എങ്ങനെ പറയും? ഒരു കപ്പിൽ നിറയ്ക്കാൻ കഴിയുന്ന പാലിൻ്റെ അളവ്. അതാണ് 1/3 കിട്ടിയിരിക്കുന്നത്. ഇതാണ് 1/3 കിട്ടിയിരിക്കുന്നത്. ഓക്കെ, 2 കപ്പിൽ നിറയ്ക്കാൻ പറ്റുന്ന പാലിൻ്റെ അളവ് എത്രയായിരിക്കും? സെക്കൻഡ് സ്റ്റെപ്പായിട്ട് ഞാൻ എഴുതാണ്. 2 കപ്പിൽ നിറയ്ക്കാൻ കഴിയുന്ന പാലിൻ്റെ അളവ് അല്ലെങ്കിൽ amount of milk that can fill in 2 cup. amount of milk that can fill into 2 cups. 2 കപ്പിൽ നിറയ്ക്കാൻ പറ്റുന്ന പാലിൻ്റെ അളവ് നമുക്കറിയാം. ഒരു കപ്പിൽ 1/3 ആണ്. 2 കപ്പിലാണെങ്കിൽ ആ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2/3 ലിറ്റർ എന്ന് കിട്ടും. 2/3 ലിറ്റർ എന്ന് കിട്ടും. ഇനി 4 കപ്പിലാണെങ്കിലോ? 4 കപ്സ്. 4 കപ്പിൽ മലയാളത്തിൽ പറയുകയാണ് 4 കപ്പിൽ. 4 കപ്പിലാണെങ്കിലോ 4 × 1/3 ആണ് ചെയ്യുക. ഒരു കപ്പിൽ 1/3 ആണ്, 4 കപ്പിലാണെങ്കിൽ 4 × 1/3 ആണ്. അപ്പോൾ നമുക്ക് 4/3 അല്ലെങ്കിൽ 4/3 ലിറ്റർ എന്ന് കിട്ടും. ഇതാണ് 4 കപ്പിൽ നിറയ്ക്കാൻ കഴിയുന്ന പാലിൻ്റെ അളവ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വേറൊരു പ്രോബ്ലം നോക്കാം. ഇതെല്ലാം ഈസി ക്വസ്റ്റ്യൻ. 3/4 മീറ്റർ നീളം വീതമുള്ള 4 കഷ്ണം നാട. അപ്പോൾ 4 പീസ് നാടയുണ്ട്. നാട എന്ന് വെച്ചാൽ റിബൺ. 4 പീസാണ്. 4 പീസ് ഓഫ് റിബൺ ഉണ്ട്. അതിൻ്റെ ഈച്ച് ലെങ്ത് 3/4 ആണ്. ഒന്നിൻ്റെ ലെങ്ത് എത്രയാണ്? 3/4. ഇതിൻ്റെ ലെങ്ത് എത്രയായിരിക്കും? 3/4. അടുത്തതിൻ്റെ ലെങ്ത് 3/4. അടുത്തതിൻ്റെ ലെങ്ത് 3/4 മീറ്റർ. ഇതെല്ലാം മീറ്ററിലാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ മീറ്റർ എന്ന് കൂടി എഴുതി. വാട്ട് അബൌട്ട് 5 പീസസ്? ഇതുപോലെ 5 പീസ് വെക്കുകയാണെങ്കിൽ 5 കഷ്ണമായാലോ എന്ന്. 3/4 മീറ്റർ നീളമുള്ള 4 കഷ്ണം നാടയുടെ ആകെ നീളം എത്രയാണെന്ന്. ഇത് 3/4 വെച്ചിട്ട് 4 കഷ്ണമുണ്ട്. അപ്പോൾ 1 പീസ് എത്രയാണ്? ലെങ്ത് ഓഫ് 1 പീസ്. ലെങ്ത് ഓഫ് 1 പീസ്. ലെങ്ത് ഓഫ് 1 പീസ് എത്രയാണ്? 3/4 മീറ്റർ. ഇത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതാണ്. അപ്പോൾ ലെങ്ത് ഓഫ് 4 സച്ച് എ പീസസ് എത്രയായിരിക്കും? ഇതിന് എനിക്ക് മലയാളത്തിൽ ഒരു കഷ്ണത്തിൻ്റെ നീളം എന്ന് പറയാം. കഷ്ണത്തിൻ്റെ നീളം 3/4 3/4. ഇനി രണ്ടാമത് എന്താണ്? രണ്ടാമത് 4 കഷ്ണത്തിൻ്റെ നീളം. 4 കഷ്ണത്തിൻ്റെ നീളം. 4 കഷ്ണത്തിൻ്റെ നീളം. ലെങ്ത് ഓഫ് 4 പീസ്. ലെങ്ത് ഓഫ് 4 പീസ്. 4 കഷ്ണത്തിൻ്റെ നീളം എത്രയാണ്? 4 × 3/4 ആണ്. 4 × 3/4 12/4 കിട്ടും. അതിൻ്റെ ആൻസർ നമുക്ക് 3 എന്ന് കിട്ടും. 3 മീറ്റർ ആണ്. ഓക്കെ, യൂണിറ്റ് കൂടി എഴുതി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് അബൌട്ട് 5 പീസസ്? അപ്പോൾ ഞാൻ എഴുതാണ് 5 കഷ്ണത്തിൻ്റെ നീളം. 5 കഷ്ണത്തിൻ്റെ നീളം അല്ലെങ്കിൽ ലെങ്ത് ഓഫ് 5 പീസസ്. ലെങ്ത് ഓഫ് 5 പീസസ്. 5 × 3/4. അപ്പോൾ 15/4 എന്ന് കിട്ടും. ഇതെങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? നമുക്ക് 15/4. 3 × 4 12. ബാക്കി റിമൈൻഡർ 3 വരും. അപ്പോൾ ഇവിടെ കിട്ടിയ ആൻസർ 3 ആണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്? 15/4ൻ്റെ കൂടെ 3 എന്ന് കൂടെ എഴുതാണ്. അപ്പോൾ ഞാൻ ആൻസർ ആയതുകൊണ്ട് ഞാനൊരു ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്യാണ്. 3 ആണ് ആൻസർ കിട്ടിയത് കേട്ടോ. മുകളിൽ കിട്ടിയ ആൻസർ 3 ആണ്. പക്ഷേ റിമൈൻഡർ ഉണ്ട്, 3 ഉണ്ട്. അത് ഡിവൈഡ് ചെയ്ത് എന്തുകൊണ്ടായിരുന്നു? 3 ഡിവൈഡ് ചെയ്തത് നമ്മൾ 4 കൊണ്ടായിരുന്നു. അപ്പോൾ 3/4 മീറ്റർ എന്ന് എഴുതി. അപ്പോൾ ഇതാണ് ഇവിടെ ആൻസർ ആയിട്ട് കിട്ടുക. മനസ്സിലായോ? ഇതാണ് ഇവിടെ 3/4 മീറ്റർ ആണ് 5 കഷ്ണത്തിൻ്റെ നീളമായിട്ട് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, ഈ പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ പ്രോബ്ലം എന്ത് ചെയ്തിട്ടുണ്ടാവും? നിങ്ങൾക്ക്
ക്ലിയർ ആയിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ ഇന്ന് ഈ ഒരു പോർഷൻസ് നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ യൂട്യൂബിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഡൗട്ടുകളെല്ലാം സോൾവ് ചെയ്തിട്ട് നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ ബാക്കി ടോപ്പിക്കുകൾ എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എടുക്കാം. ഈ വീഡിയോയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു ചാനലിൻ്റെ താഴെ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെയായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയാൻ വേണ്ടി, അതായത് ക്ലാസ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസുകൾ അറിയാൻ വേണ്ടിയിട്ട് ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും എക്സാമിനായിട്ട് ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.